ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിപലിക്കും. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. എന്തൊരു നാണക്കേടാണ് എന്ന് നോക്കണം. കോൺഗ്രസ് നേതാക്കൾ എന്താണ് പറയുന്നത്? ഇതാ 2026 ഏപ്രിൽ മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ UDF അധികാരത്തിൽ വരും. സീറ്റിന്റെ എണ്ണം പോലും പ്രഖ്യാപിക്കുന്നുണ്ട്. 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന്. പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് മുതൽ താഴോട്ട് ബൂത്ത് നേതാവ് വരെ പറയുന്നുണ്ട്, എന്ത് തന്നെയായാലും അടുത്ത തവണ UDF തന്നെയായിരിക്കും അധികാരത്തിൽ വരിക എന്ന്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ, UDF വൻ വിജയം നേടിയില്ലേ? ഇതാണ് അവകാശവാദം. എന്നിട്ടും എന്തിനാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത്? കാരണം ആത്മവിശ്വാസമില്ല. എന്തിനാണ് ഞങ്ങളുടെ പിറകെ ഇങ്ങനെ നടക്കുന്നത്? ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ വിലപിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് വിലപിക്കൂ എന്ന് പറഞ്ഞു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. ഇടതുപക്ഷം വിട്ട് എങ്ങോട്ടുമില്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കി കഴിഞ്ഞു. നാണക്കേടോ നിന്റെ പേര് കോൺഗ്രസ് UDF എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. ജോസ് കെ മാണിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ. അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 110 സീറ്റുകളിൽ ഭൂരിപക്ഷം UDFിനുണ്ടായിരുന്നു. നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ അത് 80 അപ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെങ്ങാണ്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? ഒരു പ്രസക്തിയില്ല. ഇപ്പോൾ ഈ ചർച്ച വന്നത് എന്തിനാണ്? ഞാൻ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ICUവിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു. അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അവിടെ പോയി. അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാനത് അറിയിക്കുകയും മുഖ്യമന്ത്രിയെയും ഞാൻ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല 5 കേരള കോൺഗ്രസ് പാർട്ടിയുടെ 5 MLAമാരും അവിടെ പോവുകയുണ്ടായി. അവിടെ പോയി അതിൽ പങ്കെടുത്തു, മുഴുവൻ MLAമാരും പങ്കെടുത്തു. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോൾ അത് മുഴുവൻ മാധ്യമങ്ങളെ അറിയിച്ച് അല്ലെങ്കിൽ പബ്ലിക്കെ അറിയിച്ച് പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല. UDF നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആത്മവിശ്വാസമില്ല. 100-ൽ കൂടുതൽ സീറ്റ് നേടും എന്ന് പറയുന്നുണ്ട്. എങ്കിലും 70 സീറ്റ് കടക്കാൻ നന്നായി കഷ്ടപ്പെടേണ്ടി വരും, വിയർപ്പൊഴുക്കേണ്ടി വരും എന്ന് കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞത് കോൺഗ്രസിന് വേണ്ടി UDFിന് വേണ്ടി ഇലക്ഷൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന സുനിൽ കനോഗുലു തന്നെയാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ വിജയം കണ്ട് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ തോൽവി ഉറപ്പാണ്. കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുക ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ്. ലോകസഭയിൽ ഒരു നിലപാട്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മറ്റൊരു നിലപാട്. അതിൽ ഏറ്റവും പ്രധാനം പ്രാദേശികമായ പ്രശ്നങ്ങളായിരിക്കും. കേരള ഭരണത്തെ വിലയിരുത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. അവിടെ ഭരണവിരുദ്ധ വികാരമില്ല. ഇത് ഉറപ്പിച്ചു പറയുന്നു സുനിൽ കനോഗുലു കോൺഗ്രസ് നേതാക്കളോട്. വലിയ പ്രതീക്ഷയോടെ വയനാട്ടിലേക്ക് വണ്ടി കയറിയ കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടിയ ഇരുട്ടടിയായിരുന്നു സുനിൽ കനോഗുലുവിൻ്റെ ഈ പ്രഖ്യാപനം. അതോടുകൂടിയാണ് വീണ്ടും കേരള കോൺഗ്രസ് എമ്മിനെ എന്ത് തന്നെയായാലും കൊണ്ടുവരണം എന്ന നിലപാടിലേക്ക് എത്തുന്നത്.
പക്ഷേ അതും ഇപ്പോൾ പൊളിഞ്ഞ് തകർന്ന് വീണിരിക്കുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് നടത്തുന്നുണ്ട് കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കൾ. പക്ഷേ വിസ്മയം വരും എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, അപ്പോൾ വിസ്മയം വരും എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശന് ഇതാ കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം അത്രമാത്രം രൂക്ഷമായ ഭാഷയിലാണ് UDF-നെ വിമർശിച്ചത് ജോസ് കെ മാണി എന്നതുകൊണ്ട് തന്നെ.